എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ എന്തൊക്കെ സലൂൺ പ്രൊസീജിയേഴ്സ്, എസ്തെറ്റിക് ക്ലിനിക് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് പല പ്രഗ്നന്റ് ലേഡീസിന്റെ ഒരു സംശയമാണ്. അപ്പൊ ഇന്നത്തെ ഒരു മെയിൻ കണ്ടന്റ് ഇതാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ മെയിൻ ആയിട്ട് റെറ്റിനോയിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, അതായത് വിറ്റമിൻ എ ഡെറിവേറ്റീവ്സ് ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ആന്റി ഏജിങ് സിറംസിലും ക്രീംസിലും ഒക്കെ ഉള്ള ഒരു കണ്ടന്റ് ആണ്. ഇത് ഈ സമയത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ബർത്ത് ഡിഫക്റ്റ് ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കെമിക്കൽ ഫിൽറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള, അതായത് ഓക്സിബെൻസിൻ പോലുള്ള കെമിക്കൽ ഫിൽറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് പോരാഞ്ഞ് ഹൈഡ്രോക്വിനൈൻ, അതേപോലെ പാരാബൻ കണ്ടന്റുള്ള പ്രോഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഹൈ കോൺസെൻട്രേഷൻ സാലിസിലിക് ആസിഡ്, ബെൻസോൽ പെറോക്സൈഡ്, ഇതൊന്നും തന്നെ നിങ്ങൾ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ പിന്നെ എന്ത് യൂസ് ചെയ്യാം ഡോക്ടർ? വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് മോയ്സ്ചറൈസേഴ്സ്, അതേപോലെ തന്നെ വിറ്റമിൻ സി സിറം, നിയാസിനമൈഡ് സിറം, മിനറൽ സൺസ്ക്രീൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിനറൽ സൺസ്ക്രീൻസ് പറയുമ്പോൾ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലിപ് പ്രോഡക്ട്സ് ആയിട്ടുള്ളത് വെരി ഓർഗാനിക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ടിൻറ്റഡ് ലിപ് ബാംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ലിപ് ലിക്കിംഗ് അവോയ്ഡ് ചെയ്യുക ഈ ഒരു ടൈമിലും. പിന്നെ ഇത് പോരാതെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത സലൂൺ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, അതേപോലെ തന്നെ ഹെയർ ബോട്ടോക്സ്, ഇതൊന്നും തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ക്ലിനിക് പ്രൊസീജിയേഴ്സ്, അതായത് ഫേസ് ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള ഇൻവേസീവ് ആയിട്ടുള്ള PRP, GFC, ഇതൊന്നും തന്നെ നിങ്ങൾ പ്രഗ്നൻസിയിൽ സ്വീകരിക്കാനായിട്ട് പാടില്ല. അപ്പൊ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ ത്രെഡിങ് ചെയ്യാമോ? തീർച്ചയായിട്ടും ത്രെഡിങ് നിങ്ങൾക്ക് സേഫസ്റ്റ് ആയിട്ട് ചെയ്യാം. എക്സ്ട്രീം പെയിൻഫുൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവരിലേക്കുമായിട്ട് ഷെയർ ചെയ്യുക.